ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചോറിനും കഞ്ഞിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചമ്മന്തിപ്പൊടിയുടെയും പിന്നെ കുട്ടികളുടെ മദ്രസയിലെ നബിദിന പരിപാടിയുടെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അത് നമുക്ക് ചമ്മന്തി പൊടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് പപ്പടം വേണം, ചെറിയ ഉള്ളി വേണം, പുളി വേണം, ഉണക്കമുളക് വേണം, കറിവേപ്പില വേണം, കായം വേണം കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു പിടി ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ. എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കണ കാരണം ചമ്മന്തിപ്പൊടി നമുക്ക് 2-3 ദിവസത്തിന് എടുത്തേക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ കുറച്ചൊന്ന് മാറ്റിയിട്ട് എണ്ണ വാർന്ന് വരുന്നത് വരെ എടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഒരു 5-8 ഉണക്കമുളക്, എരിവിനനുസരിച്ചുള്ള ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റിയെടുക്കാം കേട്ടോ. അതാ ഒന്ന് ഇതുപോലെ കളർ മാറി വന്നപ്പോൾ ഒന്ന് വറുത്ത് മാറ്റിയെടുത്ത്. ഇനി അടുത്തത് നമുക്ക് അതിലേക്ക് ഒരു പിടി കറിവേപ്പില എത്ര ഉണ്ടോ അത്രയും നമുക്ക് ടേസ്റ്റ് കൂടും. അതൊന്ന് വറുത്ത് എണ്ണ മാറ്റിയിട്ടൊന്ന് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഇനി ഇതേ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇനി പപ്പടം പൊരിക്കാൻ പോണത്. പപ്പടം ആദ്യം പൊരിച്ചിട്ട് പിന്നെ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ ആ പപ്പടത്തിന്റെ പൊടിയൊക്കെ ആയ കാരണം ടേസ്റ്റ് വ്യത്യാസം വരും. അത് കാരണം ലാസ്റ്റ് പപ്പടം പൊരിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5-6 പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ വറുത്തിട്ട് എടുക്കുകയാണ്. ഈ 5-6 പപ്പടത്തോണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എത്ര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ അളവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ പപ്പടം ഞാൻ വറുത്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പപ്പടം വറുത്തതുണ്ട്, ചെറിയ ഉള്ളി വറുത്തതുണ്ട്, ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ പുളി ഞാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുളിക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടെന്നാലും നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് പപ്പടം ഇങ്ങനെ ചെറുതായി പൊടിച്ചിട്ട് ഇടുക. അതിലേക്ക് പുളി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി അതിലേക്ക് ഇടുക. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഉപ്പ് ചേർക്കണില്ല. പപ്പടത്തിൽ ഉപ്പുള്ള കാരണം പൊടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ഇത് നന്നായി ഇതുപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കുമ്പോൾ ഇതിൽ ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, അതുപോലെ കുറച്ചുകൂടി കായം ഇട്ട് കൊടുത്തു കേട്ടോ. ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പൊ എല്ലാം ആയിട്ടുണ്ട്. പുളിയും എരിവും ഉപ്പും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈസി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഞ്ഞിയിൽക്കും ചോറിൽക്കും ഒക്കെ തിന്നാൻ പറ്റിയ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികളുടെ മദ്രസയിലെ നബിദിന പരിപാടി ഉണ്ടാകുക. പള്ളി അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ പാട്ടും ഒക്കെ നടക്കണത്. ഇപ്പൊ സംഘഗാനാണ് നടക്കണത്. ചെറിയ കുട്ടികളുടെ വലിയ കുട്ടികളുടെ ഒക്കെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ. ബുർദ പോലെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ദഫുമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള പ്രൈസുകളാണ് കേട്ടോ. പ്രൈസുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.